എല്ലാവർക്കും നമസ്കാരം. എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് ബിഗ് ബോസിൻ്റെ സൺഡേ എവിക്ഷൻ വീഡിയോസ് കഴിഞ്ഞിരിക്കുന്നു. എവിക്ഷൻസ് എപ്പിസോഡ് കഴിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ രഞ്ജിത്താണ് ഔട്ടായിരിക്കുന്നത്. അപ്പം കുറേ നമ്മുടെ എല്ലാ വർഷത്തെ കൂട്ട് കുറേ ഡ്രാമകളൊന്നും കാണിച്ചില്ല. ഫസ്റ്റ് തന്നെ രഞ്ജിത്തിനെ വിളിച്ച് എവിക്ഷൻ ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റിൽ തന്നെ ലാലേട്ടൻ വന്ന് സൂപ്പർ ലുക്കിലാണ് വന്നത്. ഇന്നലത്തെ കൂട്ട് തന്നെ സൂപ്പർ ലുക്കിൽ ലാലേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വന്നിട്ട് തന്നെ എവിക്ഷനാകാനിരിക്കുന്ന ആൾക്കാരെല്ലാം വിളിച്ച് നിർത്തിയിട്ട് ഓരോരുത്തരെ കുറിച്ചിട്ട് ഓരോരുത്തരോട് ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു. ഇഷ്ടങ്ങളും കാര്യങ്ങളും പോകാൻ താല്പര്യമുണ്ട്. നെവിനോട് ആദ്യം തന്നെ ചോദിച്ചു പോകാൻ താല്പര്യമുണ്ടോ, നെവിനോട് ചോദിച്ച ആദ്യം തന്നെ പോകാൻ ഇഷ്ടമുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പം നെവിൻ പറഞ്ഞു, ഞാൻ പോകുന്നത് മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടത്തില്ല, അതുകൊണ്ട് എനിക്ക് പോകണം നല്ല താല്പര്യം എന്നൊക്കെ പറഞ്ഞ് നല്ല കോമഡി ആയിട്ട് പറയുന്നുണ്ട്. പക്ഷേ എനിക്കെന്തോ അത്രയ്ക്ക് കോമഡി അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. നെവിനെ ഇഷ്ടമാണ് പേഴ്സണലി, പക്ഷേ ആ ഒരു ആക്ടിങ് കാര്യങ്ങളൊന്നും അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. അത് രഞ്ജിത്തിനോട് ചോദിച്ചപ്പോൾ രഞ്ജിത്തും പറഞ്ഞ് പോകുന്നില്ലെന്ന് തോന്നുന്നുണ്ട്. അതുപോലെ തന്നെ ആര്യനോടും അതുപോലെ തന്നെ പറയുന്നുണ്ട് പോകുമെന്ന് തോന്നുന്നില്ല. ഗസലിനോട് നന്നായിട്ട് ചെയ്യുന്നുണ്ട്, ഞാൻ പോകുമെന്ന് തോന്നുന്നില്ലെന്നാണ് ഗസലും പറയുന്നത്. ശൈത്യയോടും പോകില്ല എന്ന് തന്നെയാണ് ശൈത്യം പറയുന്നത്. അനുമോളും പറയുന്നത് പോകില്ലെന്നാണ്. കെ ബിയോട് ചോദിച്ചു, മോലായിട്ട് കെ ബി എന്നാണ് വിളിക്കുന്നത്. ശാരികെ കെ ബിയോടും ചോദിച്ചും പറഞ്ഞ് ഞാൻ ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട്, പോകത്തില്ലെന്നാണ് പറയുന്നത്. രേണുവിനോടും പറയുന്നത് പ്രേക്ഷകരുടെ ഇഷ്ടം, പോകത്തില്ലെന്നാണ് തോന്നുന്നത് രേണുവും പറയുന്നത്. രഞ്ജിത്തും എല്ലാവരും പറഞ്ഞ അങ്ങനെയാണ്. പക്ഷേ മോഹൻലാൽ പറഞ്ഞു രഞ്ജിത്ത് പോര്. രഞ്ജിത്തിനോട് പറഞ്ഞു രഞ്ജിത്ത് മോഹൻലാലിൻ്റെ അടുക്കലോട്ട് വരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. രഞ്ജിത്ത് ഓൾറെഡി എവിക്ഷനായി. പക്ഷേ രഞ്ജിത്ത് പോയപ്പം തന്നെ ഒറ്റ മനുഷ്യരെ നോക്കിയിട്ടില്ല കേട്ടോ. ഒറ്റ മനുഷ്യരെ നോക്കാണ്ട് ഡയറക്റ്റ് അങ്ങ് പോവായിരുന്നു. പിന്നെ പോകാൻ വേണ്ടിയിട്ട് എല്ലാവരും രഞ്ജിത്തേട്ടൻ വിളിക്കുന്നുണ്ട്. പക്ഷേ പുള്ളിക്കാരൻ നിന്നില്ലായിരുന്നു. പക്ഷേ ഒരു ഷൂ ഇട്ടിട്ടുണ്ടായിരുന്നു, അത് തിരിച്ചു കൊടുക്കാൻ വേണ്ടി നിന്നു. പക്ഷേ പിന്നെ വന്ന് മോഹൻലാലിന് എന്തോ തോന്നി. മോഹൻലാൽ എന്നെ ചെന്ന് പറഞ്ഞു യാത്ര പറഞ്ഞിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ രഞ്ജിത്ത് പോയി യാത്ര പറഞ്ഞു. പക്ഷേ ഡയറക്റ്റ് രഞ്ജിത്തിന് എന്തോ ഒരു വിഷം പിണക്കം പോലെ ഉണ്ടായിരുന്നു. നേരെ ഡോർ തുറന്ന് പോവുമായിരുന്നു. പക്ഷേ രഞ്ജിത്തിന് പിന്നെ സ്റ്റേജിലൊന്നും കാണിച്ചില്ല. അത് കഴിഞ്ഞപ്പോൾ വന്നത് നമ്മുടെ പരാതിപ്പെട്ടിയാണ് വന്നത്. പരാതിപ്പെട്ടിയിൽ ഒരു ബോക്സ് ഫുള്ള് അനീഷിനെ കുറിച്ചുള്ള കംപ്ലയിൻറ്റും ബാക്കി ഒരു ബോക്സിലാണ് മറ്റുള്ളവരുടെ കംപ്ലയിൻറ്റ്. അപ്പോൾ ഓരോരുത്തരായിട്ട് ഇങ്ങനെ അനീഷിൻ്റെ കംപ്ലയിൻറ്റ് പറയുന്നു. അഭിലാഷ് അനീഷിൻ്റെ കംപ്ലയിൻ്റ് ആണ് പറഞ്ഞത്. ഒന്നും കേൾക്കത്തില്ല, അവർ സ്വന്തം ഇഷ്ടത്തിന് പോകാമെന്ന് പറയുന്നുണ്ടായിരുന്നു. അതുപോലെ അപ്പാനി ശരത്തും അനീഷിൻ്റെ ഇത് തന്നെയാണ് പറഞ്ഞത്. അറിയാമല്ലോ, അവരെൻ്റെ എപ്പോഴും അടിയും ബഹളമാണ് ആ ശരത്തും. ബെന്നിയും അനീഷിൻ്റെ കംപ്ലയിൻ്റ് എന്നാണ് പറഞ്ഞത്. അതുപോലെ കെ ബി അനീഷിൻ്റെ കംപ്ലയിൻ്റ് ആണ് പറഞ്ഞത്. ശാരികയും അനീഷിൻ്റെ കംപ്ലയിൻ്റ് ആണ് പറഞ്ഞത്. അതുപോലെ സാഹിത്യയും അനീഷിൻ്റെ കംപ്ലയിൻ്റ് ആണ് പറഞ്ഞത്. അനുമോളും അനീഷിൻ്റെ കംപ്ലയിൻ്റ് ആണ് പറഞ്ഞത്. ഗിസലും അനീഷിൻ്റെ കംപ്ലയിൻ്റ് ആണെന്ന് പറയുന്നത്. എല്ലാവരും അനുമോളുടെ കംപ്ലയിൻ്റ് ആണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നെ ഒനിയൻ മാത്രം നമ്മുടെ ബിൻസിയുടെ കംപ്ലയിൻ്റ് ആണ് പറഞ്ഞത്. ഡോക്ടറുടെ ബിൻസി രണ്ടുപേരും കൺഫ്യൂഷനായിപ്പോൾ. RJയുടെയും അവരുടെ പേര് ഞാൻ കൺഫ്യൂഷനായിപ്പോൾ. ഒനിയനും അവരുടെ കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ ഫുഡിൻ്റെ കാര്യം, വെജിറ്റബിൾ ഫുഡ് എടുക്കുന്നതിന് വേണ്ടാന്ന് പറയുന്നുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഒനിയൻ്റെ ഭാഗത്താണ് ശരിയെന്ന് എനിക്ക് തോന്നുന്നു. അതുപോലെ തന്നെ പിന്നെ പറഞ്ഞത് പരാതിപ്പെട്ടി കഴിഞ്ഞപ്പോൾ അനീഷിനായിട്ട് മോഹൻലാൽ പൊരിക്കുന്നുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ അനീഷിന് ശരിക്കും കിട്ടി സത്യം പറഞ്ഞാൽ. പക്ഷേ മോഹൻലാലും പറയുന്നത് എല്ലാവരും കൂട്ട് അനീഷിനെ പറയുന്നുണ്ടെങ്കിലും അനീഷ് മറ്റുള്ളവർ പറയുന്നു. മോഹൻലാൽ അവിടെ ക്ലിയറാണ് ചെയ്തത്. എല്ലാവരും ഒരുപോലെ കണ്ടിട്ടു. അനീഷിനെ പറയുന്നതും കേൾക്കുന്നുണ്ട്, മറ്റവർ പറയുന്നത്. മോഹൻലാൽ പറഞ്ഞ അനീഷിൻ്റെ അത് ഗെയിമാണ്. നിങ്ങളത് അതിനെന്തിനാ കണ്ടിന്യൂ മൈൻഡ് ചെയ്യുന്നത്? നിങ്ങളുടെ ജോലി ചെയ്യാനാണ് സത്യം പറഞ്ഞാൽ അങ്ങനെ തന്നെയാണ് വേണ്ടത്. എന്താ അവന് അനീഷിനെ മൈൻഡ് ചെയ്താൽ പോരെ? മൈൻഡ് ചെയ്താലല്ലോ പ്രശ്നം. പക്ഷേ ഉണ്ടോ ഇവനിങ്ങനെ ക്രീം പോലെ ഇങ്ങനെ അരച്ചുകൊണ്ടിരിക്കുന്നത് തീരെ ഇഷ്ടമല്ല അനീഷിൻ്റെ സ്വഭാവം. ഒരു സ്പേസ് കൊടുക്കുക, സ്പേസ് ഒന്നും കൊടുക്കുക. പിന്നെ അതിലൊരു പറയുന്നുണ്ട്, അനുമോളോട് മോഹൻലാൽ ചോദിക്കുന്നുണ്ട് അക്ബറിൻ്റെ നോട്ടം ശരിയല്ലെന്ന് പറഞ്ഞെന്നുള്ള. അപ്പം അനുമോക്ക് അത് ചമ്മല. അപ്പം മോഹൻലാൽ വീഡിയോ ഇട്ട് കാണിച്ചു കൊടുത്തു കേട്ടോ. അപ്പം നോട്ടം ശരിയല്ലെന്നുള്ള. പക്ഷെ അനുമോൾ സത്യം പറഞ്ഞ അവൻ്റെ നോട്ടം ശരിയല്ലെന്നാണ് പക്ഷേ എനിക്ക് തോന്നുന്നു കേട്ടോ. പക്ഷേ അത് പറഞ്ഞേക്കുന്നത് ദേഷ്യപ്പെട്ടുള്ള നോട്ടം ശരിയല്ലെന്നാണ് പറഞ്ഞേക്കുന്നതെന്നാണ് പറഞ്ഞത്. ഓക്കെ, അതൊക്കെ പോട്ടെ. ഗസലിൻ്റെ കാര്യം പറഞ്ഞ പോലെ ഷാനവാസിൻ്റെ കാര്യം പറഞ്ഞു. ഷാനവാസിൻ്റെ
ഉറങ്ങിയില്ലെന്ന് പറഞ്ഞില്ല, ഉറങ്ങിയില്ല കാരണം എൻ്റെ ചങ്ക് തകർന്നു പോയെന്ന്. പക്ഷേ അത് സീരിയസ് ആയിട്ട് പുള്ളിക്കാർ പറഞ്ഞു, പക്ഷേ അത് തമാശ രീതിയിൽ അങ്ങ് എടുത്ത് കളഞ്ഞു കേട്ടോ. കുഴപ്പമില്ല, രസം ഉണ്ടായിരുന്ന പറച്ചിലൊക്കെ, ചങ്ക് ശരിയായാലെന്നൊക്കെ നിങ്ങൾ ഇത് കണ്ടില്ല, പ്രൊമോ കണ്ടില്ല, അങ്ങനെ പറയുന്നുണ്ടായിരുന്നു. പിന്നെ 3 പേരെ ഇണീപ്പിച്ച് നിർത്തിയിട്ട് ചോദിച്ചു, ഗസലും നമ്മുടെ നെവിനും രേണുവിനോട് ചോദിച്ച് സേഫ് ആകുമല്ലോ പറഞ്ഞു. പ്രേക്ഷകരെ ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞപ്പോൾ രേണു എന്തായാലും സേഫ് ആയിട്ടുണ്ട്. പിന്നെ നമ്മുടെ എല്ലാവരോടും ചോദിച്ചു ഇവർ സേഫ് ആകണമെന്ന് ചോദിച്ചു. നമ്മുടെ ഗസലും നെവിനും അവർ 2 പേരും സേഫ് ആയിട്ടുണ്ട്. എന്തായാലും രഞ്ജിത്ത് മാത്രമേ ഇപ്പം പോയിട്ടുള്ളൂ. അപ്പം പിന്നീട് സ്റ്റേജിലേക്ക് രഞ്ജിത്ത് വന്നിട്ട് മോഹൻലാൽ സംസാരിക്കും. രഞ്ജിത്തിൻ്റെ പരാതിപ്പെട്ടിയിൽ അത് രഞ്ജിത്തിന് മോഹൻലാലിനോട് പറഞ്ഞ് കംപ്ലയിൻറ്റ് എഴുതിയേക്കുന്നത് രഞ്ജിത്തിന് ആരെക്കുറിച്ച് ഒരു പരാതിയില്ലെന്നാണ്. പക്ഷെ അത് നല്ല കാര്യമായിരുന്നു, അങ്ങനെ എഴുതി കൊടുത്ത് സൂപ്പറായിട്ടുണ്ട്. പക്ഷേ പുള്ളി നിന്നിട്ട് കാര്യമില്ല. നമുക്കൊരു ഇപ്പോൾ നമുക്ക് പറയാൻ പറ്റും അടുത്ത ആഴ്ച നിന്നാലും ചിലപ്പോൾ അടുത്ത ആഴ്ച കളിച്ചേക്കുന്നു. പക്ഷേ നമുക്കാർക്കും തോന്നുന്നില്ല രഞ്ജിത്ത് ഞങ്ങളുടെ പ്രാവളൻ രഞ്ജിത്ത് ചേട്ടൻ കളിക്കുമെന്ന് തോന്നുന്നില്ല, അറിയാൻ പറ്റത്തില്ല. പക്ഷേ അവസരമില്ലേ, ഇപ്പം ഗെയിം അല്ലേ, എന്താ ഒരാൾ പോയാലല്ലേ പറ്റത്തുള്ളൂ. എന്തായാലും രഞ്ജിത്തും എവിഷനായിട്ടുണ്ട്. അപ്പം മോഹൻലാൽ പറയുന്നത് ഇനി ഇന്നത്തേക്കിന് എവിഷൻ കഴിഞ്ഞു, ഇനി മിഡ് വീക്ക് എവിഷൻ ഉണ്ടാകാൻ ചാൻസ് ഉണ്ടെന്നാണ് മോഹൻലാൽ ലാലേട്ടൻ പറഞ്ഞിട്ട് പോകുന്നത്. അറിയത്തില്ല, ചിലപ്പം മിഡ് വീക്ക് എവിഷൻ ഉണ്ടാകാൻ ചാൻസസ് ഉണ്ട്. അപ്പം വീഡിയോ കഴിഞ്ഞപ്പം അതിൻ്റെ ഇടയിൽ പറയാൻ ആദില നൂറയുടെയും അനീഷിൻ്റെയും പ്രശ്നം ഭയങ്കര രൂക്ഷമായിരുന്നു. മോഹൻലാൽ ഇവർ തമ്മിൽ എന്തോ ഇഷ്യൂ, അവരുടെ പേഴ്സണൽ കാര്യങ്ങൾ എടുത്ത് പറഞ്ഞൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അത് മോഹൻലാൽ ചോദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഭയങ്കരമായിട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഓക്കെ, അതെല്ലാം സോൾവ് ആയത് കഴിഞ്ഞപ്പോൾ നമ്മുടെ എവിഷനൊക്കെ കഴിഞ്ഞു, വീക്ക് കഴിഞ്ഞപ്പോൾ അവർ അതിലെ മനീഷും നൂറയും കൂടി സംസാരിക്കുന്നുണ്ടായിരുന്നു. ആദ്യമൊക്കെ ദേഷ്യപ്പെട്ടെങ്കിൽ പിന്നെ അവർ സോൾവ് ആയിട്ടുണ്ട്. ആ പറഞ്ഞ അനീഷിൻ്റെ കാര്യം പറഞ്ഞ് ന്യായമായിട്ട് തോന്നുന്നുണ്ടായിരുന്നു പറച്ചിൽ കേട്ടിട്ട്. ഇനി അറിയത്തില്ല അതിൽ നിന്ന് പിടിക്കുമെന്ന് അറിയത്തില്ല. അനീഷിൻ്റെ സ്വഭാവം തീരെ അങ്ങോട്ട് ശരിയാകുന്നില്ല. പക്ഷേ ഇത്രയായിരുന്നു എപ്പിസോഡിൽ നിന്ന് കേട്ടോ. സൂപ്പർ മോഹൻലാലിൽ നിന്ന് കലക്കി. പക്ഷെ ദേഷ്യമൊന്നും കാണിച്ചില്ല. എന്നാൽ മോഹൻലാൽ ദേഷ്യം വരുന്നുണ്ട്, പക്ഷെ പുള്ളി കൺട്രോൾ ചെയ്ത് ചിരിച്ചതങ്ങ് തട്ടിമാറ്റി പോകുന്നുണ്ടായിരുന്നു. പക്ഷെ കുഴപ്പമില്ല, സൂപ്പറായിട്ടുള്ളൊരു എപ്പിസോഡായിരുന്നു. ഇനി അടുത്ത വീക്കെൻഡ് എന്തോ ആണെന്നൊന്നും അറിയില്ല ഈ വീക്കെൻഡ്. പക്ഷേ നാളത്തെ പ്രമോ കാണിച്ചേക്കുന്നത് എന്തോ ഒരു ബഹളം ഉണ്ടായിട്ട്, പക്ഷെ അവരെന്തോ ഒരു സംഭവം ഒപ്പിച്ചിട്ടുണ്ട് കണ്ടസ്റ്റൻസ് എല്ലാം കൂടെ. അപ്പം ബിഗ് ബോസ് പറഞ്ഞ് ഇതിന് ഇന്നത്തോടെ ബിഗ് ബോസ് 7 താൽക്കാലികമായിട്ട് നിർത്തി വെച്ചിരിക്കുകയാണ്. ഇനി ഒരു കമ്മ്യൂണിക്കേഷനും ബിഗ് ബോസ് നിങ്ങളുമായിട്ട് നടത്തത്തില്ലെന്നുള്ളൊരു പ്രോബ്ലമാണ് എല്ലാവരും. അപ്പോൾ ഇങ്ങനെ സർപ്രൈസായിട്ട് ഇങ്ങനെ അതിശയിച്ചൊക്കെ പേടിച്ചൊക്കെ ഇരിക്കുന്നുണ്ട്. അതായിരുന്നു നാളത്തെ പ്രമോ. എന്തുവാണ് നമുക്ക് കണ്ടറിയാം നാളത്തെ. എന്തായാലും ലൈവിൽ കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളായിരുന്നു എപ്പിസോഡ്. ഞാനൊരു ചുരുക്കത്തി രീതിയിൽ പറഞ്ഞതാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ നിങ്ങൾ എനിക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യമായിട്ടല്ല, നേരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ വീണ്ടും കാണുന്നവരെ ബിഗ് ബോസിൻ്റെ വീണ്ടും ഒരു വീഡിയോസ് വരുന്നതായിരിക്കും. ടാറ്റ, ബൈ ബൈ.